സുഹൃത്തുക്കളെ, അപൂർണമായ ചില വീഡിയോകളുടെ ഒരു പരമ്പരയായിട്ടാണ് ഈ സംഭവം പോകുന്നത്. ഗോഗുമാഗോഗ് യുദ്ധത്തിൽ ചില വസ്തുതകൾ പറയുവാൻ വേണ്ടി തന്നെയാണ് ഈ വീഡിയോ ഉപയോഗിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ഗോഗുമാഗോഗ് യുദ്ധം വളരെയേറെ തെറ്റിദ്ധരിക്കപ്പെട്ട, അന്ത്യകാലത്ത് തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഒരു സംഭവമാണ്. ദേവദാസന്മാർ പൊതുവെ ഇത് റഷ്യയാണെന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നുണ്ട്. മാഗോഗ് ദേശത്തെ ഗോഗ് എന്നൊക്കെ പറയുന്ന റഷ്യയാണെന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നുണ്ട്. പക്ഷെ ഞാനത് കൂടുതൽ ഡീപ്പായിട്ട് പരിശോധിച്ചപ്പോൾ അത് ചൈനയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുവാനായിട്ട് എനിക്ക് സാധിച്ചത്. കാരണം ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ടല്ലോ, പിന്നെ അവിടെ തന്നെ 11-ാം അധ്യായത്തിന്റെ അവസാനമൊക്കെ പറയുന്നത് വെച്ച് നോക്കുകയാണെങ്കിൽ അവൻ കോട്ടകളുടെ രാജാവിനെ ബഹുമാനിക്കും. കോട്ടകളുടെ രാജാവ് എന്ന് പറയുമ്പോഴത്തേക്കും ലോകത്തിലെ ഏറ്റവും വലിയ ഗ്രേറ്റ് വാളൊക്കെ ഉള്ളത് ചൈനയാണ്. അപ്പൊ അതൊരു സിമ്പിളാണ്. ഈ ചൈനയുടെ ഈ കോട്ടകളൊക്കെ പണിയുന്ന കാലത്ത് ദാനിയേൽ പ്രവാചകന്റെ കാലഘട്ടത്തിൽ തന്നെയാണ് ഈ ചൈനയിലെ വൻമതിലൊക്കെ പണിയുന്നത്. സെയിം കാലഘട്ടത്തിൽ നടക്കുന്ന സംഭവമാണ്. അപ്പൊ അതൊക്കെയാണ് എല്ലാ ദേവന്മാരെയും അവൻ വിട്ടിട്ട് കോട്ടകളുടെ ദേവനെ ആരാധിക്കുമെന്ന് പറയുന്നത്. അതുപോലെ വ്യാളി എന്ന് പറയുന്നത് ചൈനയുടെ ഒരു പ്രതീകമാണ്. അപ്പം അങ്ങ് വിദൂരദേശത്തു നിന്നും അവൻ താടിയിൽ കൊളുത്തിട്ട് കൊണ്ടുവരുമെന്ന് പറയുമ്പോൾ അതൊരു വ്യാളിയെ കൊണ്ടുവരുന്ന ഒരു പ്രതീതിയിലാണത് പറഞ്ഞേക്കുന്നത്. അപ്പം ഇങ്ങനെയുള്ള കുറേ ശക്തികളൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും പിന്നെ റഷ്യ ആകാനൊരു സാധ്യതയില്ല, ചൈനയായിട്ട് തന്നെയാണ് വരുന്നത്. കാരണം റഷ്യ സീറോ ആയിപ്പോയി. കാരണം അറിയാമല്ലോ, ഇപ്പോൾ റഷ്യ എന്ന് പറയുന്നത് വലിയ ഒരു സംഭവമൊന്നും അല്ല, നമുക്ക് എല്ലാവർക്കും അറിയാവും. റഷ്യ ആണ്ട് തീർന്നു കിടക്കുകയാണ്. ഇനിയിപ്പം റഷ്യക്കിപ്പോൾ ലോക സൈനിക ഭൂപടത്തിൽ ഇപ്പം 4ാമത്തെ സ്ഥാനമേ ഉള്ളൂ. ഇന്ത്യയും കഴിഞ്ഞുള്ള സ്ഥാനമാണ് ചില പാശ്ചാത്യ രാജ്യങ്ങൾ ഇപ്പം നൽകിയിരിക്കുന്നത്. അമേരിക്കയും ചൈനയും ഇന്ത്യയും പിന്നെ ഇവൻ ഒക്കെ കഴിഞ്ഞതിന് ശേഷം, ഇസ്രായേലും കഴിഞ്ഞതിന് ശേഷമുള്ള ശേഷിയായിട്ടാണ് ഇപ്പം പല ആൾക്കാരും റഷ്യയുടെ സൈനിക ശക്തിയെക്കുറിച്ചൊക്കെ പറയുന്നത്. അപ്പോൾ റഷ്യ ഇനി അത്ര വലിയൊരു സൈനിക ശക്തിയായിട്ടോ ആയി വരുമോയെന്നൊന്നും ഇനി പറയാൻ പറ്റില്ല. കാരണം സാമ്പത്തികമായി അവരവരെ പറ്റേ പരാജയപ്പെട്ടു പോയി. അവർക്കിനി ഈ യുദ്ധം കഴിയുന്നതോടുകൂടി അവരുടെ പ്രസക്തി തീരെ നഷ്ടപ്പെടാവുന്ന ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത് നമ്മൾ ചിന്തിച്ചു കൊള്ളണം. അപ്പോൾ റഷ്യ അല്ല, അത് ചൈനയാണെന്നാണ് പരിശുദ്ധാത്മാവിൽ പറയുന്നത്. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിലെ 12-ാം അധ്യായത്തിന്റെ ലാസ്റ്റ് വാക്യങ്ങൾ, നിങ്ങൾ കിഴക്കുനിന്നും വടക്കുനിന്നും വരുന്ന വാർത്തകൾ അവനെ അസ്വസ്ഥനാക്കും. വടക്കേ ദേശത്തെ രാജാവിനെ വടക്കേ ദേശത്ത് തന്നെയുള്ള ഒരു സൈനിക ശക്തി പരാജയപ്പെടുന്നതായിട്ടാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. വടക്കേ ദേശത്തു നിന്നും തന്നെയുള്ള സൈനിക ശക്തിയാണ് പരാജയപ്പെടുന്നത്, അല്ലാതെ തെക്കേ ദേശത്തു നിന്നോ അല്ലെങ്കിൽ മറ്റ് സ്ഥലത്തു നിന്നുള്ള വടക്കും കിഴക്കു നിന്നുള്ള സൈനിക ശക്തികളാണ് അവനെ പരാജയപ്പെടുന്നത്, അല്ലാതെ മറ്റ് രാജ്യങ്ങളല്ല. അപ്പം വടക്കേ ദേശത്തു നിന്നുള്ള രാജാവിനെ പരാജയപ്പെടുന്നത് അതിനും അല്പവും കൂടെ വടക്കുള്ള ഒരു സംഭവമാണ്. അവനെ പരാജയപ്പെടുന്നതായിട്ട്, അവൻ നശിപ്പിക്കുന്നതായിട്ട്, ഉപജാപങ്ങൾ നടത്തുന്നതായിട്ട്, അവൻ തിരിച്ചു ചെന്നവരുമായിട്ട് എതിരിടുന്നുണ്ട്. പക്ഷെ അവൻ പരാജയപ്പെട്ടു പോവുകയാണ്. അവന്റെ സാമ്രാജ്യം 4 കോണുകളിൽ ചിതറിക്കപ്പെട്ടു പോകുന്നതായിട്ട് കാണുന്നത്. ഇപ്പോഴത്തെ സിറ്റുവേഷൻ അനുസരിച്ച് നോക്കിയാൽ ചൈനയെ പരാജയപ്പെടുത്തുവാൻ പറ്റിയ ഒരേ ഒരു ലോകത്തിലെ ഒരു രാജ്യം എന്ന് പറയുന്നത് റഷ്യ മാത്രമാണ്. കാരണം റഷ്യ മാത്രമാണെന്ന് പറയാനായിട്ടുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഭൂമിശാസ്ത്രപരമായിട്ട് ചൈനയും റഷ്യയും തമ്മിൽ യുദ്ധം നടന്നു കഴിഞ്ഞാൽ റഷ്യക്ക് വലിയൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. കാരണം എന്താണെന്ന്, മംഗോളിയ എന്ന് പറയപ്പെടുന്ന ഒരു ഭൂപ്രദേശം റഷ്യയുടെ ഒരു പിന്നെ എപ്പോഴും മംഗോളിയയെ എപ്പോഴും റഷ്യ എപ്പോഴും ഒരു കരുതൽ ശേഖരമായിട്ട് വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും ഒരു കാലഘട്ടത്തിൽ ഈ റഷ്യ ഈ ചൈന എന്ന് പറയുന്നത് ഞങ്ങൾക്കൊരു ഭീഷണിയായിട്ട് വന്നാൽ മംഗോളിയ സമതലത്തിൽ കൂടെ വളരെ പെട്ടെന്ന് റഷ്യക്ക് ചൈനയിലേക്ക് മാർച്ച് ചെയ്യാനായിട്ട് സാധിക്കും. അത് ഭൂമിശാസ്ത്രപരമായ പ്രത്യേകത. കാരണം ലോകത്തിന്റെ മേൽക്കൂര എന്ന് പറയുന്നതാണ് ഈ മംഗോളിയ എന്ന് പറയുന്ന പ്രദേശമൊക്കെ. ആ പ്രദേശത്തു നിന്നും പിന്നെ താഴ്വാരത്തിൽ കിടക്കുന്ന പ്രദേശമാണ് ചൈന. അപ്പോൾ അങ്ങോട്ട് പെട്ടെന്ന് തന്നെ ടാങ്കുകളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ ഓടിച്ചു പോകാൻ വളരെ എളുപ്പമാണ്. കരയുദ്ധത്തിൽ വളരെ അഡ്വാൻസ് ആണ്. മറ്റിപ്പം അമേരിക്കക്കാരുടെ അല്ലെങ്കിൽ ലോകത്ത് ഈവൻ ഇന്ത്യക്കാണെങ്കിൽ പോലും കരയുദ്ധത്തിൽ ചൈനയുമായിട്ടൊരു നേരിട്ടൊരു യുദ്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ വിജയിക്കാനുള്ള സാധ്യത കുറവാണ്. കാരണം ചൈനീസ് ബ്ലഡിന്റെ ആ പ്രത്യേകതയും അവരുടെ യുദ്ധവീര്യവും ഒക്കെ അതിൻ്റെ അത് പ്രധാനപ്പെട്ടതാണ്. 2ാം ലോകയുദ്ധത്തിൽ തന്നെയാണെങ്കിലും വെറും പൊട്ടാസ് തോക്കുകളൊക്കെ വെച്ചുകൊണ്ട് ജപ്പാൻ സൈന്യത്തിനെതിരെ മഞ്ചൂരിയയും ചൈനയും ഒക്കെ പിടിച്ചു നിന്ന് നമ്മൾ പല സിനിമകളിലും കാണുമ്പോൾ നമ്മൾ കോരിധരിപ്പിക്കാറുണ്ട്. കാരണം അവർ കരയുദ്ധത്തിൽ അവരെ പരാജയപ്പെടുത്താൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള പുറത്തുനിന്ന് വന്നുള്ളൊരു ശക്തിക്ക് പരാജയപ്പെടുത്താൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ റഷ്യ എന്ന് പറയുമ്പോൾ പുറത്തുനിന്ന് വരുന്നൊരു ശക്തിയല്ല, അവർക്ക് കരയതിർത്തിയുണ്ട്. ആ കരയതിർത്തിയിലൂടെ വളരെ പെട്ടെന്ന് തന്നെ ഒരു പട്ടാള സഖ്യത്തിന് മുന്നേറാനായിട്ടും പെട്ടെന്ന് തന്നെ ആക്രമിച്ച് കീഴടക്കുവാനായിട്ടൊക്കെ സാധിക്കും. അതൊരു പിന്നെ ഒരു ചൈനയുടെ ഒരു വലിയ വീക്ക് പോയിന്റാണ്. അതുതന്നെ മംഗോളിയ ഒരു കാരണവശാലും മംഗോളിയ എന്ന് പറയപ്പെടുന്ന പ്രദേശം കീഴടക്കുവാനായിട്ട് ചൈനയും ശ്രമിച്ചിട്ടില്ല, റഷ്യയും ശ്രമിച്ചിട്ടില്ലെന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം എന്താണ് അതിന് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റഷ്യ അത് പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. തങ്ങളുടെ
ഒരു ആശ്രിതമായിട്ടുള്ള ഒരു സ്ഥലമായിട്ട്, അല്ലെങ്കിൽ തങ്ങളുടെ ഒരു മേധാവിത്വത്തിൽ പരസ്യമായിട്ടെങ്കിലും രഹസ്യമായിട്ട് അവരെ പിണക്കാതെ നിർത്തേണ്ട ഒരു ആവശ്യകത ഉണ്ടെന്നുള്ള ഒരു കണക്കൂട്ടലുകളിൽ കൂടെ തന്നെയാണ് മംഗോളിയ എപ്പോഴും പിന്നെ സോവിയറ്റ് യൂണിയന്റെ കാലഘട്ടത്തിൽ പോലും കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രമായിരുന്നു മംഗോളിയ. എന്നിട്ട് പോലും മംഗോളിയനെ സോവിയറ്റ് യൂണിയനിൽ പോലും ചേർത്തില്ല. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്തെങ്കിലും ഒരു കാലഘട്ടത്തിൽ ചൈനയുമായിട്ട് നേരിട്ട് ഒരു യുദ്ധം വന്നു കഴിഞ്ഞാൽ മംഗോളിയയുടെ സഹായം, ഞങ്ങളെ ഒരിക്കലും മംഗോളിയെ കൈവിടരുത്, മംഗോളിയെ എപ്പോഴും പ്രീണിപ്പിച്ച് നിർത്തുന്ന ഒരു നയമാണ് റഷ്യ സ്വീകരിച്ചിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ റഷ്യ ചൈന യുദ്ധം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും മംഗോളിയ എന്ന് പറയപ്പെടുന്ന പ്രദേശം ചൈനയെ സഹായിക്കാൻ സാധ്യത വളരെ കുറവാണ്. റഷ്യയെ തന്നെയാണ് സഹായിക്കുന്നത്. അപ്പോൾ ആ ഒരു അഡ്വാൻറ്റേജ് ഒക്കെ എന്ന് പറയുന്നത്, ഭൂമിശാസ്ത്രപരമായ അഡ്വാൻറ്റേജ് ഒക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും റഷ്യ അവസാന കാലഘട്ടത്തിൽ, അവസാനത്തെ ഈ പ്രവചനങ്ങളെല്ലാം പറയുന്ന ഒരു പ്രത്യേകതയുണ്ട്. ആ പ്രവചനങ്ങളുടെ എല്ലാം പ്രത്യേകതകൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവസാന കാലത്ത് ചൈന എന്ന് പറയപ്പെടുന്ന രാജ്യം, ഇപ്പം തന്നെ ചൈനയ്ക്ക് അമേരിക്കയ്ക്ക് പോലുമില്ലാത്ത സാങ്കേതിക വിദ്യകൾ, അതായത് പിന്നെ വലിയ സാറ്റലൈറ്റിൽ നിന്ന് നേരിട്ട് പിന്നെ ആണവായുധങ്ങൾ ലോകത്ത് എവിടെ വേണേലും പിന്നെ വീഴിക്കാനായിട്ടുള്ള സാങ്കേതിക വിദ്യ ലോകത്ത് ഒരു രാജ്യമേ സ്വന്തമാക്കിയിട്ടുള്ളത് ചൈനയാണ്. അമേരിക്ക പോലും സ്വന്തമാക്കിയിട്ടില്ല. അമേരിക്ക ഇനി അതിന് ശ്രമിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ ഒരുപാട് അഡ്വാൻറ്റേജ് അവർ സൈനിക നേതൃത്വ നിലയിൽ വളർത്തി വരുന്നുണ്ട്. റഷ്യക്കാലൊക്കെ റഷ്യ കടലാസിലെ പുലിയായി മാറി. കാരണം റഷ്യയിലെ ആയുധങ്ങളൊക്കെ വളരെ മോശമായിട്ട് ആൾക്കാർക്ക് തന്നെ ഇനി വിശ്വാസമില്ലാത്ത ഒരു കാലഘട്ടത്തിലാണ്. റഷ്യൻ ആയുധങ്ങൾ ഈവൻ ഇന്ത്യ പോലും മേടിക്കാൻ സാധ്യതയില്ല. കാരണം ഈ യുദ്ധത്തിലെ, അതായത് ഈ ഉക്രൈൻ യുദ്ധത്തിലെ റഷ്യക്ക് സംഭവിച്ച പാളിച്ചകളൊക്കെ കാരണം ഇന്ത്യ പോലും ഇനിയിപ്പം ചിലപ്പം ഈ റഷ്യൻ ആയുധങ്ങൾ മേടിച്ചെന്ന് വരികയില്ല. കാരണം അത്രയ്ക്ക് വലിയ ക്വാളിറ്റി ഇല്ലാത്തതാണെന്നുള്ള പേരായിപ്പോയി ലോകത്തിൽ. അപ്പം പക്ഷെ ചൈനീസ് ആയുധങ്ങൾ കുറേയും കൂടെ അഡ്വാൻറ്റേജ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ വെച്ച് നോക്കുമ്പം ഈ ലോകത്തിലെ ജനസംഖ്യാപരമായും സാമ്പത്തികമായിട്ടൊക്കെയുള്ള സാമ്പത്തികം എന്നൊക്കെ നോക്കുമ്പോഴത്തേനും റഷ്യ തീരെ പിന്നോക്കാവസ്ഥയിലാണ്. പക്ഷെ ചൈന ലോകത്തിലാണ് അമേരിക്കയ്ക്ക് ഒപ്പം നിൽക്കുന്നത് സാമ്പത്തിക ശക്തിയാണെന്ന് മനസ്സിലാക്കണം. അവർക്ക് അവരുടെ സ്വാധീനം ഉപയോഗിച്ച് ഇസ്ലാമിക രാജ്യങ്ങളിലും അതുപോലൊക്കെയുള്ള രാജ്യങ്ങളിൽ സ്വാധീനം ഉറപ്പിക്കാൻ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കും എന്നുള്ളത് മനസ്സിലാക്കണം. അതുതന്നെ ഇസ്ലാമിക രാജ്യങ്ങളിൽ ഇനി റഷ്യയെ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്ന ഒരു കാലഘട്ടമൊന്നും ആയിരിക്കുക. കാരണം ഈ യുദ്ധത്തിൽ റഷ്യ സ്വീകരിച്ച സ്റ്റാൻഡ് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്ലാമികൾക്ക് അത്ര അനുകൂലമായ ഒരു സ്റ്റാൻഡൊന്നുമല്ല. അവർ പരസ്യമായിട്ട് പ്രഖ്യാപിച്ചത് ഈ സമയത്ത് ഇസ്രായേലുമായിട്ട് യുദ്ധം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ അമ്പേ പരാജയപ്പെട്ടു പോകും, അതുകൊണ്ട് വെറുതെ പോയി ചൊറിയാതിരിക്കുന്നതാണ് നല്ലതെന്നുള്ള ഉപദേശമാണ് റഷ്യ മറ്റ് ഇറാൻ പോലുള്ള രാജ്യം കൊടുത്തത്. അതത്ര ഇസ്ലാമിക രാജ്യങ്ങൾക്ക് അത്ര സുഖിച്ചിട്ടൊന്നുമില്ല. കാരണം റഷ്യ ഇടപെടുമെന്ന് തന്നെയാണ് അവരെല്ലാം പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ റഷ്യക്ക് അറിയാം അങ്ങനെ പോയി. റഷ്യ അങ്ങനെ ചെയ്യാൻ കാരണം തന്നെ റഷ്യ അറിയാം, റഷ്യയിലും ക്രിസ്ത്യൻസ് അല്ലേ വധിക്കുന്നത്. അവർക്കറിയാമല്ലോ ഈ എസെക്കിയേൽ പ്രവചനവും ദാനിയേൽ പ്രവചനവും ഒന്നും വായിക്കാത്തവരല്ലോ അവർ. ഗോഗുമാഗോഗ് യുദ്ധമൊക്കെ അവർക്കും അറിയാം. ഗോഗുമാഗോവായിട്ട് ചമഞ്ഞ അന്ത്യവിധി കാലത്തിൽ ഇസ്രായേലിനെതിരെ പോയി ചെന്ന് കഴിഞ്ഞ് ഗോഗുമാഗോഗും പരാജയപ്പെടുകയാണെന്ന് വളരെ വ്യക്തമായിട്ട് തന്നെ ഇതിലൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഗോഗുമാഗോകാൻ റഷ്യ നിന്ന് കൊടുക്കുമെന്ന് നമ്മൾ കരുതുന്നതിൽ യാതൊരു അർത്ഥമില്ല. പക്ഷേ ചൈന പോലുള്ള രാജ്യങ്ങൾക്കൊന്നും ഇത് അറിയത്തില്ലല്ലോ. അവർ ഇതൊന്നും വായിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഇതിൽ വിശ്വാസമുള്ള സംഭവങ്ങളൊന്നുമല്ല. ഇതൊന്നും അധികം ഇങ്ങനെ വായിക്കാതൊന്നും പോകുന്നില്ല. അപ്പോൾ അവരൊരു രക്ഷകനായിട്ട് അവരുടെ ആ പ്രത്യേക സ്റ്റാൻഡ് ഇനിയിപ്പോൾ ലോക നേതൃത്വത്തിലേക്ക് ഏറ്റെടുത്താൽ കൊള്ളാം, ലോക നേതൃത്വത്തിലേക്ക് ഒന്ന് കടന്നു വരാമെന്നൊക്കെ ചിന്തിക്കുന്ന ഒരു കാലഘട്ടമാണ്. കാരണം നിരാശാബോധമുള്ളിടത്ത് മാത്രമേ വരുള്ളൂ. കാരണം ചൈന വലിയ ഒരു ആവേശത്തോടെ കടന്നു എന്ന് പറഞ്ഞാൽ അവരുടെ ആ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം കപ്പിനും ചുണ്ടിനും ഇടയ്ക്ക് അവർക്ക് ലോക നേതൃസ്ഥാനം നഷ്ടപ്പെടുകയാണ്. കാരണം ഇന്ത്യയുടെ കടന്നുവരവ് അവർ പ്രതീക്ഷിക്കുന്നതിനേക്കാളും മോശമായ രീതിയിൽ അവരെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. കാരണം ഇനിയുള്ള കാലഘട്ടത്തിൽ ഈ അമേരിക്ക അതുപോലുള്ള രാജ്യങ്ങൾ ഇന്ത്യയെ കൂടുതൽ സഹായിക്കാനായിട്ട് സാധ്യതയുണ്ട്. സാമ്പത്തികമായിട്ടും അതുപോലെ സൈനിക നേതൃത്വം കെട്ടിപ്പടുക്കുന്നതൊക്കെ ആയിട്ട് വേണ്ടി ഇന്ത്യ സഹായിക്കും. അങ്ങനെ സഹായിച്ചു തന്നു കഴിയുമ്പോഴേക്കും അത് ചൈനയ്ക്ക് അത്ര സൂഹിക്കുന്ന ഒരു കാര്യമല്ല. അതുപോലെ തന്നെ ഈ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തിൽ എല്ലായിടത്തും നിരാശയിൽ നിന്നാണ് ഈ ലോകയുദ്ധങ്ങളും ആക്രമണങ്ങളും ഒക്കെ ഉണ്ടാകുന്നത്. റഷ്യ പറയുകയാണ് ഞങ്ങൾക്ക് ഇച്ചിരൂടെ ലോക കാര്യങ്ങളിൽ ഇച്ചിരൂടെ ഒരു സ്ട്രെങ്ത് ഞങ്ങൾക്ക് കിട്ടണം, പക്ഷെ അത് ഞങ്ങൾക്ക് കിട്ടുന്നില്ല. അതിൻ്റെ ആ നിരാശയിൽ നിന്ന് അവർ ഒരു സഖ്യം രൂപീകരിക്കുകയും അതൊക്കെ ആയിട്ട് മുന്നോട്ട് വരുന്നതാണ് സംഭവം. അങ്ങനെയൊക്കെയാണ് നമുക്ക് ആ കാലഘട്ടത്തെക്കുറിച്ച് വിശകലനം ചെയ്യാനായിട്ട് സാധിക്കുക. അപ്പോൾ ഈ വീഡിയോ ഏതാണ്ടൊരു നല്ല മനോഹരമായിട്ട് തന്നെ എനിക്ക് ചെയ്യാനായിട്ട് സാധിച്ചു. ഇതിൽ ഞാൻ വ്യക്തമായിട്ടും ഞാൻ പറയാൻ ഉദ്ദേശിച്ച ഒരു സംഗതി ഇത് തന്നെയായിരുന്നു. അതായത് ഗോഗുമാഗോഗ് എന്ന് പറയപ്പെടുന്ന സംഭവം എല്ലാവരും തെറ്റിദ്ധരിക്കുന്ന പോലെ റഷ്യയല്ല, ചൈനയാണ് ഗോഗുമാഗോഗ്. മംഗോളിയൻ സാമ്രാജ്യമാണ്. മാഗോഗ് എന്ന് പറഞ്ഞാൽ മംഗോളിയാണ്, മോസ്കോ അല്ല. അപ്പോൾ അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് അവിടുന്ന് അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ഈ വിധത്തിലുള്ള ഡയലോഗുകൾ ഉണ്ടാകാൻ വേണ്ടി ഞാനിത് ഈ വീഡിയോ നിർത്തുന്നില്ല. ഇത് കണ്ടിന്യൂസ് ആയിട്ട് തുറന്നു. അന്ത്യനാളിനെ കുറിച്ച് ഓരോരോ ഹൈലൈറ്റുകൾ വരുമ്പോൾ നമ്മൾ അതുമായിട്ട് ബന്ധപ്പെടുത്തി ഈ ചൈനയാണെന്ന് തെളിയിക്കാനായിട്ടുള്ള തെളിവുകൾ ഈ ചാനലിൽ കൂടെ ഇനി നടത്തിക്കൊണ്ടിരിക്കും.
അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ഇതെല്ലാവരും കാണണം, ഷെയർ ചെയ്യണമെന്നൊക്കെ ഞാൻ പ്രത്യേകമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്രദമായ പല കാര്യങ്ങളും ഇനിയും വരും. അപ്പോൾ ഇതുപോലുള്ള ഡയലോഗുകൾ വരാൻ വേണ്ടി നിങ്ങൾ കമൻറ്റുകളൊക്കെ നൽകണം, എന്നെ പ്രോത്സാഹിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് കർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യനാമം വാഴ്ത്തപ്പെടുവാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.